അങ്ങനെ ബുഡ്വയിലെ നമ്മുടെ സെക്കൻഡ് ഡേ ആണിത്. നമ്മൾ ആദ്യം തന്നെ ബുഡ്വ ബീച്ച് കവർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മെയിൻ അട്രാക്ഷൻസ് ആയ 2 ബീച്ചുകൾ കവർ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് തന്നെ റെഡിയായി ഒരു ക്യാബെല്ലാം എടുത്തിട്ടാണ് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകുന്ന വഴികളെല്ലാം തന്നെ നമുക്ക് നല്ല കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു. അതിമനോഹരമായ പർവ്വതങ്ങളും കടൽ തീരങ്ങളും ആയി ചുറ്റിക്കിടക്കുന്ന വഴിയോരങ്ങളായിരുന്നു അത്. അങ്ങനെ ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ അക്കോമഡേഷനിലേക്ക് ഞങ്ങൾ എത്തിയായിരുന്നു. ഞങ്ങൾ തലേ ദിവസം ബുഡ്വയിൽ എത്തിയപ്പോൾ തന്നെ ഈ ഒരു അക്കോമഡേഷൻ ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 32 പൗണ്ടോളം ഞങ്ങൾക്ക് ആയുള്ളായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഞങ്ങൾ സ്വിമ്മിംഗ് പൂൾ ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങളുടെ ഒരു നിർഭാഗ്യമെന്ന് പറയട്ടെ, സ്വിമ്മിംഗ് പൂൾ വർക്കിംഗ് ആയിരുന്നില്ല. എന്നാലും നമുക്ക് റൂംസൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇൻക്ലൂഡിങ് വാഷിംഗ് മെഷീൻ അടക്കം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു രീതിയിലുള്ള റൂമാണ് നമുക്ക് കിട്ടിയിരുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ബിച്ചിച്ചി ബീച്ചിനോട് വളരെ അടുത്തായിരുന്നു നമ്മുടെ ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ ആദ്യം പോയത് ബിച്ചിച്ചി ബീച്ചിലോട്ടാണ്. അതിമനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് ഈ ബിച്ചിച്ചി ബീച്ച്. അതിവിശാലമായി കിടക്കുന്ന ഒരു ബീച്ച്. ബുഡ്വ സിറ്റിയിൽ എവിടെ നോക്കിയാലും നമുക്ക് മൗണ്ടെയ്ൻസ് കാണാൻ പറ്റും. മൗണ്ടെയ്ൻസിനാൽ ചുറ്റപ്പെട്ട ഒരു നഗരം കൂടിയാണ് ഈ ബുഡ്വ എന്ന് പറയുന്നത്. ഈ മോണ്ടിനീഗ്രോ എന്ന് പറയാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, മോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പർവ്വതങ്ങളും അതുപോലെ തന്നെ നീഗ്രോ എന്ന് പറയുന്നത് കറുപ്പും. അങ്ങനെ രണ്ടും കൂടിച്ചെല്ലുമ്പോഴാണ് കറുത്ത പർവ്വതങ്ങളുടെ നാട് എന്ന് ഈ മോണ്ടിനീഗ്രോ അറിയപ്പെടുന്നത്. ഏകദേശം 35 ബീച്ചുകളുള്ള ഒരു അതിമനോഹരമായ ഒരു ഗംഭീര നഗരം കൂടിയാണ് ഈ ബുഡ്വ എന്ന് പറയുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സഞ്ചാരികൾ ഈ ബീച്ചിലെല്ലാം ഉണ്ടായിരുന്നു. ഓരോരുത്തരും അവരോരുടെ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിതെല്ലാം ആസ്വദിച്ചു അതിലൂടെ നടക്കാൻ തുടങ്ങി. നല്ല നീല കളറായി കിടക്കുന്ന ജലം, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് തൊട്ട് നോക്കിയപ്പോൾ നല്ല ഒരു 23-24 ടെമ്പറേച്ചറൊക്കെ ആയിരുന്നെങ്കിലും വെള്ളത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പ് അനുഭവപ്പെട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് വീണ്ടും നടക്കാൻ തുടങ്ങി. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള തിര ഇങ്ങനെ നമുക്ക് നന്നായിട്ട് അടിക്കുന്നത് കാണാമായിരുന്നു. ഏകദേശം നമുക്ക് അടിഭാഗമൊക്കെ നല്ല ക്ലീനായിട്ട് ഈ വെള്ളത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ കുറച്ച് കസേരകൾ എന്ന് വെച്ചാൽ ചാരിക്കിടക്കാനായിട്ടുള്ള കസേരകൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, സൂര്യപ്രകാശം ദേഹത്തോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ആൾക്കാരും അവരവരുടേതായ ചെയേഴ്സ് ബുക്ക് ചെയ്തിട്ടിട്ടാണ് അവർ പോകുന്നത് കടലിലോട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ഒരു 2-3 പിക്സൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് മാറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടൽ തീരത്ത് നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയിട്ട് ഒരു ചെറിയൊരു ടൗൺ പോലെയൊക്കെയുള്ള ഒരു റോഡ് അരികിൽ കൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഷോപ്പിലൊക്കെ കയറി ഇവിടെ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ഒരു ബീച്ചിലേക്കാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ച് നടക്കുന്നത്. ഏകദേശം ഒരു 10-25 മിനിറ്റോളം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഷോർട്ട് കട്ട്സൊക്കെ നോക്കി മാപ്പൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്നത്. ഈ നടക്കുന്നത് ഒരു ചെറിയൊരു ഗുഹ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന അങ്ങനെയൊരു പാത്വേയിലൂടെയായിരുന്നു. അവിടെയൊക്കെ നല്ല മനോഹരമായ ചിത്രങ്ങളും അതുപോലെ കുറേ പരസ്യങ്ങളൊക്കെ ആയിട്ട് ആ ചുമരുകളൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഒരു സ്റ്റെപ്സൊക്കെ ഇറങ്ങിയിട്ട് ചെറിയൊരു ബീച്ച്, ഈ ബീച്ചിൻ്റെ തന്നെ ഒരു സൈഡാണ്, അവിടെ കുറച്ച് പേരൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു വ്യൂ ഒക്കെ ഞങ്ങൾ ആസ്വദിച്ചു. കുറച്ച് നേരം അവിടെ നിന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞങ്ങൾ ട്രാവൽ ചെയ്തത് ഒരു ഏപ്രിൽ മിഡോട് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ തിരക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. പിന്നെ ക്ലൈമറ്റ് വൈസ് നോക്കുകയായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥ തന്നെയായിരുന്നു.
യൂഗോസ്ലാവിയയുടെ ഭാഗമായിരുന്നു മോണ്ടിനീഗ്രോ. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു രാജ്യം കൂടെയാണ്. 2006 ഇത് സെർബിയയിൽ നിന്ന് മാറി പുതിയൊരു രാജ്യമായി വന്നത്. അതിനുശേഷം കൂടുതൽ ഡെവലപ്മെൻ്റൊക്കെ ഇവർ ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വരുമാനത്തിൽ കൂടുതൽ ഭാഗവും ടൂറിസം വഴിയാണ് നേടുന്നത്. നമുക്ക് നടന്ന് ക്ഷീണിക്കുമ്പോൾ ചെറിയ ചെറിയ ഒരു ബെഞ്ചുകൾ പോലെയൊക്കെ അവരവിടെ ഇട്ടിട്ടുണ്ട്, അവിടെയൊക്കെ വിശ്രമിക്കാവുന്നതാണ്. പിന്നെ വഴിയോരങ്ങളിൽ ചെറിയ ചെറിയ ശംഖുകളും അതുപോലെ അവരുടേതായ ആൻറ്റിക് രീതികളുള്ള കുറച്ച് മാലകളും എല്ലാവരും വിൽക്കാൻ വെച്ചിരിക്കുന്ന കാഴ്ചകളും കാണാമായിരുന്നു. അങ്ങനെ ആ ബീച്ചിൽ നിന്ന് കുറച്ച് മാറിക്കഴിയുമ്പോൾ ഒരു ചെറിയ ഷോപ്പിംഗ് ഏരിയ കാണാമായിരുന്നു. സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡ്രസ്സുകളും ബാഗുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ആൻറ്റിക് രീതിയിലുള്ള ഓർണമെൻറ്റ്സും അങ്ങനെയെല്ലാം അവിടെ അവർ സജീവമായി വെച്ചിരുന്നു. ഓരോ കടകളിലും ഓരോരോ രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ എന്നെ ആകർഷിച്ച ഒരു സാധനമാണ് ഇത്. ഒരു മാഗ്നറ്റിക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനം. അങ്ങനെ മോണ്ടിനീഗ്രോൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം അതിൽ നിന്ന് എടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ATMത്തിൽ നിന്ന് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി നടന്ന് ഫൈനലി ഒരു സ്ഥലത്ത് ചെന്നായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ക്യാഷെല്ലാം എടുത്ത് തിരിച്ച് വീണ്ടും ബീച്ചിലേക്ക് പോവാണ്. ഏതാനും ഏക്കറോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പാർക്ക് അവിടെ ഉണ്ടായിരുന്നു. അതുവഴി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി. നല്ല വിശപ്പായിരുന്നു. ഏകദേശം ഒരു 2 മണി 3 മണിയൊക്കെ ആയി നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ പകുതി ഐറ്റംസും തീർന്നായിരുന്നു ആ ഹോട്ടലിൽ. പിന്നെ ഞങ്ങളുടെ കണ്ണിൽപ്പെട്ട ഒരു മോണ്ടിനീഗ്രൻ പിസ്സ തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ കടലും നോക്കി എല്ലാ യാത്രക്കാരുടെയൊക്കെ കളികളും ചിരികളും എല്ലാം ആസ്വദിച്ച് ഞങ്ങളതേ അവിടെ അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ്. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫുഡ് നമ്മുടെ ടേബിളിലേക്ക് എത്തിയായിരുന്നു. എനിക്ക് പിസ്സ ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വളരെയധികം ചീസും പിന്നെന്താ പോർക്കിൻ്റെ സ്ലൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പിസ്സയായിരുന്നു. പിന്നെ പാൻ കേക്ക് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടായിരുന്നു. ചോക്ലേറ്റ് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു പാൻ കേക്കായിരുന്നു അത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ വീണ്ടും നമ്മുടെ മോഗ്രാൻ ബീച്ച് ലക്ഷ്യമാക്കി ഞങ്ങൾ നടത്തി തുടങ്ങി. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇഷ്ടംമാതിരി സീ ഫുഡ് വെറൈറ്റീസ് ഉള്ള ധാരാളം ഹോട്ടലുകൾ ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇനി ഈവനിങ് നല്ലൊരു സ്പോട്ടിൽ തന്നെ സീ ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ വീണ്ടും നമ്മൾ മോഗ്രാൻ ബീച്ചിലോട്ട് നടക്കാൻ തുടങ്ങി. ഈ കടലിൻ്റെ പ്രൊമിനേഡുകളിൽ ധാരാളം വലുതും ചെറുതുമായ ബോട്ടുകൾ ഞങ്ങൾക്ക് കാണാമായിരുന്നു. ചില ബോട്ടുകളിൽ സഞ്ചാരികൾ യാത്ര പോകാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. അങ്ങനെ അതെല്ലാം ആസ്വദിച്ചു ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ നടന്ന് നീങ്ങിയത് ഒരു വശത്ത് നല്ല മനോഹരമായ ബീച്ചും മറുവശത്ത് നല്ല മൗണ്ടൻ ക്ലിഫുകളുമായ ഒരു പാതയിലൂടെയായിരുന്നു. ഈ മോഗ്രാൻ ബീച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അട്രാക്ഷനാണ് ഈ ഒരു പ്രതിമ. മുമ്പൊരിക്കൽ ഇവിടെ വീണു മരിച്ച ഒരു ബലെ ഡാൻസറിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ പ്രതിമ അവരിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ദ ബലെ ഡാൻസർ ഓഫ് പുഡ്വ എന്ന പേരിലാണ് ഈ പ്രതിമ അറിയപ്പെടുന്നത്. ഈ സ്റ്റാച്ചുവിൻ്റെ പിൻഭാഗത്തായിട്ട് ധാരാളം പൗരാണിക കെട്ടിടങ്ങൾ കാണാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ടയേർഡൊക്കെ ആയതുകൊണ്ട് അവിടേക്ക് പോയില്ല. ഉള്ള പോലത്തെ ഒരു ഓൾഡ് ടൗൺ തന്നെ ഇവിടെ ബുദ്വേലുണ്ട്. അതാണ് നമ്മളിതിൻ്റെ ബാക്കിൽ അങ്ങനെ കണ്ടത്. കൂടുതലും ബീച്ചുകളെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഓൾഡ് ടൗണൊക്കെ കാണാനുള്ളൊരു മൈൻഡ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇതിലൂടെ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് നടക്കാൻ. കാരണം ചില സ്ഥലങ്ങളിൽ അവർ സേഫ്റ്റിക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്ന ബാർക്കേഡ്സൊക്കെ തകർന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ വേണം നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് നടക്കാൻ.
അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ ആൻഡ്രിയാറ്റിക് കടലും ചുറ്റോട് ചുറ്റുമായ മലനിരകളും അതിൻ്റെ തീരങ്ങളിലുള്ള ചെറിയ ചെറിയ പാറക്കെട്ടുകളും ആസ്വദിച്ച് നമുക്കങ്ങനെ നിൽക്കാം. അതിമനോഹരമായ പാറക്കെട്ടുകളുടെ ഫോർമേഷൻസായ ചെറിയ ചെറിയ ഹോളുകൾ നമുക്കവിടെ കാണാമായിരുന്നു. അതിലൂടെ എല്ലാം സഞ്ചാരികൾ നടക്കുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. ചില ആൾക്കാർ അവരുടെ ദേഹത്തുണ്ടായിരുന്ന ടീഷർട്സ് എല്ലാം മാറിയിട്ടാണ് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി അവിടെ കിടന്നിരുന്നത്. ആരും അവരെ ഭയങ്കര ആകാംക്ഷയിലൊന്നും നോക്കി നിൽക്കാനൊന്നും നിൽക്കുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു. ഞങ്ങളും ബീച്ചിലിറങ്ങിയായിരുന്നു. ആദ്യം തന്നെ ഇറങ്ങിയപ്പോൾ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. പിന്നെ അത് വലിയ കുഴപ്പമുണ്ടായില്ല. ഞങ്ങളങ്ങനെ ബീച്ചിലൊക്കെ ഇറങ്ങി ആസ്വദിച്ചു. പിന്നെ റൂമിലേക്കൊക്കെ പോയി. പിന്നെ അങ്ങനെ നൈറ്റ് ഞങ്ങൾ ബുഡ്വ സിറ്റി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. സുന്ദരമായ നൈറ്റ് ലൈഫാണ് ബുഡ്വയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ബുഡ്വയിൽ എത്തുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ബുഡ്വയിൽ അങ്ങനെ നൈറ്റിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. ഫസ്റ്റ് തന്നെ ഒരു ഫിഷ് സൂപ്പാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു സൂപ്പ് തന്നെയായിരുന്നു. അത്യാവശ്യം ഇത്തിരി ചെറിയൊരു സ്പൈസിയും ഒരു സ്വീറ്റ്നെസ്സും എല്ലാമായിട്ട് നല്ല ഫ്രഷ് ഫിഷ് സൂപ്പ്. പിന്നെ അതേ ഒരു ചിക്കൻ ഫ്രൈസും ലോഡഡ് ഫ്രൈസും എല്ലാമായിട്ട് ഒരൈറ്റം. പിന്നെ അത് ബിസ്ക്യൂട്ട് ഫിൽ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം. എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ആസ്വദിച്ചു. ഞങ്ങൾ പതുക്കെ കടലിലൂടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു വാക്കൊക്കെ നടത്തി. പിന്നീട് തിരിച്ച് നമ്മൾ റൂമിലെത്തിയായിരുന്നു.